കൊല്ലം മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ടതിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൂക്കളം തീർക്കും. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലം സന്ദർശിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുക. പ്രശാന്ത്, അതിശക്തമായ പ്രതിഷേധമാണ് വിഷയത്തിൽ ഉയർന്നത്. ഇന്ന് BJP പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് യുവമോർച്ച പ്രതിഷേധ പൂക്കളം തീർക്കുന്നുണ്ട്. എന്തിനാണ് ഇത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും കൃത്യമായൊരു ഉത്തരം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അത്തരത്തിലാണ് നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. എന്തായാലും ഇന്ന് എപ്പോഴാണ് ഈ പ്രതിഷേധ മാർച്ച്, ഒപ്പം തന്നെ ഈ പ്രതിഷേധ പൂക്കളം തീർക്കൽ, അതൊക്കെ എപ്പോഴാണ് പ്രശാന്ത്? രാഖി, ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് അലയടിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അത് ഒരു പാർട്ടി നേതാ അല്ലെങ്കിൽ BJP എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു പൊതുവികാരമായി മാറുന്നൊരു സാഹചര്യവും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ എന്നാൽ എന്താണെന്നും അതിന് കാരണം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ 26ഓളം വരുന്ന നമ്മുടെ ഭാരതീയരെ നിഷ്കരണം വധിച്ച തീവ്രവാദികൾക്കെതിരെ, ആ തീവ്രവാദികളുടെ ക്യാമ്പുകൾക്കെതിരെ സ്വീകരിച്ച നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂറിനെ ഈ ഓണക്കാലത്ത് അനുസ്മരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് പോലീസിന് ഇത്രത്തോളം ഈ പ്രതികാരം വരുന്നു, അല്ലെങ്കിൽ ഈ ക്ഷേത്ര ഭാരവാഹികൾ ഇടതുപക്ഷമാണ് ആ ക്ഷേത്രത്തിലെ ഭരണസമിതി കൈയാളുന്നത്, അവർക്ക് എന്തുകൊണ്ട് ഇത് വേദനിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചോദ്യചിഹ്നമായി പൊതുസമൂഹം ഉയർത്തുന്നത്. ഒരു പൂക്കളം, ആ പൂക്കളം തീർക്കുമ്പോൾ ആ പൂക്കളത്തിൻ്റെ എതിരെ കേസെടുക്കുന്നത്, അതൊരു പൂക്കളം ഇട്ടതിലൊരു പട്ടാളക്കാരൻ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു അത്തരം സാഹചര്യം ഉള്ളപ്പോൾ ആ പോലീസിൻ്റെ ഒരു നടപടി അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ആ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടിരുന്നത് പോലീസ് വളരെ പരുഷമായിട്ടാണ് ഈ പൂക്കളം ഇട്ടവരോടെല്ലാം പ്രതികരിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. കുറ്റവാളികളോട് പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ കുറ്റവാളികളോട് എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, അതേ സമാനമായ രീതിയിലുള്ള നടപടികളായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. ഇതിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ മുതുപിലാക്കാടിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തുകയും അവിടെ ആ അത്തപ്പൂക്കളം ഇട്ടിരുന്ന സ്ഥലത്ത് സിന്ദൂരം വിതറിക്കൊണ്ട് പ്രതിഷേധിക്കുന്നൊരു കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനുശേഷം വീണ്ടും പ്രതിഷേധം ശക്തമാക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള നടപടി, പോലീസ് 26ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു അത്തപ്പൂക്കളം ഇട്ടതിൻ്റെ പേരിൽ അതിൽ ആ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചതല്ലാതെ മറ്റ് രീതിയിലുള്ള മറ്റ് മതവികാരം വ്രണപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ളതായിട്ടുള്ള യാതൊരു ബിംബങ്ങളും അവിടെ ഇല്ല എന്നിരിക്കെ പോലീസിൻ്റെ നടപടിയിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്ന് രണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധമുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തലസ്ഥാനത്തും കൊല്ലം ജില്ലയിലുമായിട്ട് നടക്കുന്ന രണ്ട് പ്രതിഷേധങ്ങളാണ്. അതിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുവമോർച്ച ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. തലസ്ഥാനത്ത് പൂക്കളം ഇട്ടുകൊണ്ട് തന്നെയാണ്, പൂക്കളം തീർക്കും, പൂക്കളം ഇട്ടുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ നടപടിയിൽ പ്രതിഷേധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ 11 മണിയോടുകൂടിയായിരിക്കും യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുക. സെക്രട്ടേറിയറ്റ് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലായിരിക്കും ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പൂക്കളം തീർത്തുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യുവമോർച്ച തയ്യാറെടുക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം ഇത്തരം പോലീസിൻ്റെ ഇത്തരം സമീപനങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഒരു പൊതുവികാരമായിട്ട് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായി പ്രതിഷേധിക്കാനാണ്, ഈ വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ പ്രതിഷേധിക്കാനാണ് പോലീസും കൊല്ലം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ടതിലെ പോലീസ് നടപടിയിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൂക്കളം തീർക്കും. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്യുക. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.